ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ കന്ദ ബീച്ച് യാത്രയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ മനോഹാരിത നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കടലിനെ തഴുകി തഴുകി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കാഴ്ചകൾ പല വിധത്തിലുള്ളതായിരുന്നു കേട്ടോ. അതിലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അസ്തമിക്കാൻ പോകുന്ന സൂര്യ വെളിച്ചത്തിനെയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാണ് കേട്ടോ. സൂര്യ വെളിച്ചത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ശരിക്കും ഈ ഒരു സൺലൈറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ആ ഒരു സൺലൈറ്റ് നമ്മുടെ മുഖത്തോട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മുഖവും സൺലൈറ്റ് പോലെ തന്നെ തിളങ്ങാണല്ലേ. ശരിക്കും എത്ര മനോഹരമാണ് അതൊക്കെ കാണാൻ. പിന്നെ ഇവിടുത്തെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ, ഒരുപാട് കിളികൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പം കടലിനുള്ളിലൂടെയുള്ള യാത്രയായിരുന്നു കണ്ടത്. ഇനി കാണാൻ പോകുന്നത് ഒരു മലമുകളിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ആക്ച്വലി സെയിം സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ മേളിലോട്ട് കയറുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് വേറൊരു ലോകത്താണ് കേട്ടോ. ഇനിയുള്ള കാഴ്ചകൾ കൂടെ നിങ്ങൾ കണ്ടോളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഞാൻ ഓടി നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഭയങ്കര അപകടം നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പക്ഷേ നമ്മളെപ്പോഴും എൻജോയ് ചെയ്യണമല്ലോ. ആ ചുറ്റിലുള്ള കാഴ്ചകൾ കണ്ടിട്ട് എൻ്റെ കണ്ണാകെ മഞ്ഞളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണറും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. ഈ പരന്ന് കിടക്കുന്ന കടലുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ തോന്നും നമ്മളെ നോക്കി നൃത്തം ചെയ്യാണെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുമ്പോഴെന്നല്ലേ ശരിക്കും നമുക്ക് ഒരുപാട് നല്ല ചിന്തകൾ വരുന്നത്. അങ്ങനെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. മറ്റൊരു യാത്രയായിട്ട് കാണുന്നവരെ ബായ്.